നമുക്കൊരു ഗെയിം കളിച്ചാലോ? ചെറിയൊരു ടാസ്ക് ആണ്. ഓക്കെ, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ ടാസ്ക് എടുക്കേണ്ടി വരും കേട്ടോ. ടാസ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടാസ്ക് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരാണ് ആദ്യം കിട്ടുന്നത് വെച്ചാൽ വേണമെങ്കിൽ കൈപ്പൊന്തിച്ചോ, മൈക്കൊന്നും തല്ലിപ്പിളിക്കരുത്. യെസ് യെസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, എല്ലാ ലെറ്റേഴ്സും വരുന്നത് എവിടെയാണ്? അക്ഷരത്തിൽ അല്ല, എല്ലാ ലെറ്റേഴ്സും വരുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അല്ല, എല്ലാ ലെറ്റേഴ്സും എത്തുന്നത് എവിടെയാണ്? വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്? റബ്ബർ. അല്ല, ഇത് സിമ്പിളാ, നിങ്ങൾക്ക് സിമ്പിൾ വെച്ചതാ. സിഗരറ്റ്. സത്യം. ഈ ടാസ്ക് ഒക്കെ ആര് ചെയ്യുമ്പോ? ഇനി അടുത്ത്. ഓക്കെ, രാജുവും രാമുവും അയൽക്കാരാണ്. നിങ്ങൾ രണ്ടുപേരും അയൽക്കാരാണെന്ന് വിചാരിക്കാം. രാജുവിന്റെ പീക്കോക്ക് രാമുവിന്റെ പറമ്പിൽ മുട്ടയിട്ടു. അപ്പൊ അത് ആർക്കുള്ളതാ? രാജുവിനാണോ രാമുവിനാണോ? പീക്കോക്കിനുള്ളത്. രാമുന്. പീക്കോക്ക് മുട്ടയിടില്ല. പിടി പിടി. പീക്കോക്ക് മുട്ടയിടും. അത് വേറെ പീ ഹെന്നോ അങ്ങനെ എന്തോ ആണ് മുട്ടയിട. പീക്കോക്ക് ആണാണ്. ആണാ? ആണ് മുട്ടയിടില്ല. വായിക്ക്. ഫസ്റ്റ് ക്രഷിന്റെ നെയിം പറയുക. എന്തിനടി? ഫസ്റ്റ് ക്രഷിന്റെ നെയിം റിവീൽ ചെയ്യണം. എനിക്ക് സിനിമക്കാരെ ക്രഷ് തോന്നിയിട്ടുള്ളത്. ഇത് ഇല്ല, എനിക്ക് ഷാരൂഖ് ഖാനെ ഭയങ്കര ഇഷ്ടം. ഷാരൂഖ് ഖാൻ ഇഷ്ടമാണ്. ഷാരൂഖ് ഖാനെ കണ്ടാല് എന്ത് ചെയ്യും? ബോധം കെട്ടി വീഴും. ഓക്കെ, ഇനി അടുത്തത്. സഞ്ചിയില് പൂച്ച കയറിയാൽ എന്ത് വിളിക്കും? സഞ്ചിയില് പൂച്ച കയറിയ എന്ത് വിളിക്കും? സഞ്ജീവ്. അത് അല്ല, സഞ്ചിയില് പൂച്ച കയറിയ ആ പൂച്ചേനെ നമ്മൾ എന്ത് വിളിക്കും? സഞ്ചിപ്പൂച്ച. അത് ആലോചിച്ച് നോക്ക്. അതിന് ടാസ്ക് കിട്ടോ? കിറ്റ്കാറ്റ്. എടുത്തരും. ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താ? അബദ്ധം അങ്ങനെ പറ്റിയിട്ടില്ല. അവളെ ഒരു അബദ്ധം. അതാണ് വീട്ടുകാരുടെ അബദ്ധമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളു കേട്ടോ നിനക്ക്. ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിൽക്കുന്നത് ആരാണ്? ഗിഫ്റ്റ് ആയിരിക്കും. അമ്മ. അല്ല, അങ്ങനെ ആധികാരികമായിട്ട് പറയണ്ട. സ്റ്റെപ്പോ? ചിന്തിക്കണം. ഉയർച്ചയിലും താഴ്ചയിലും നമ്മള്. ഉയർച്ച താഴ്ച. ഉരുട്ടി എന്താ വായിക്കി. ഉരുളയുരുട്ടി ഉരുളിയിൽ ഇട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഒന്നാമത് എനിക്ക് നോക്കിയില്ല. ഒന്നൊരു വാക്കി ചുമ്മാ. ഉരുള ഉരുട്ടി ഉരുളിയിൽ ഇട്ടാൽ ഉരുളം എന്റെ ടാസ്ക് ഒക്കെ ഫെയിൽ ആയി പോയി നിങ്ങൾ എല്ലാരും കാരണം. ശരി, ഒരു പാട്ട് പാടും, നമ്മൾ പാട്ട് കേൾക്കാം. നിന്റെ നൂപുര മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയൂ, എന്തിനു വേറൊരു സൂര്യോദയം. നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം. ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. നല്ല പാട്ടായിരുന്നു. ഇതാണോ ഇവര് പാട്ട് പാടുമ്പോ കളിയാക്കുമെന്ന് പറഞ്ഞു? ഇവര് താഴെ നോക്കി കളിയാക്കൊന്നല്ല, അവര് ചിരിക്കും. അപ്പൊ എനിക്ക് അവരെ മുഖത്ത് നോക്കുമ്പോ എനിക്കും ചിരി വരും. ചിരിച്ചു പോകും. ഇവരതുകൊണ്ട് കുമ്പിട്ടിരിക്കുന്നു, പാട്ട് കഴിഞ്ഞാൽ നോക്കാം എന്നുള്ള രീതിയിൽ.
ഓക്കെ, നമുക്കിനി നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാം. സന്തോഷം. നിങ്ങൾ ഒഴിഞ്ഞു ഭാഗ്യം. ശരി, നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യ ഇൻകം നിങ്ങൾ എന്തായിരുന്നു അത് ചെയ്തത്? എനിക്ക് തോന്നുന്നു ആദ്യ ഇൻകം വെറും 6,000 രൂപ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഇൻകം. അപ്പം അതില് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ നാട്ടിൻ പ്രദേശത്താണ്. അപ്പം ഫസ്റ്റ് ഇൻകം ആയതുകൊണ്ട് നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ വേണ്ടിട്ട് ഷർട്ടൊക്കെ നമ്മള് ഫാമിലീസിലുള്ളവർക്ക്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല ആദ്യത്തെ ഇംഗത്തില്. നമ്മള് ബ്രദേഴ്സിനാണ് നമ്മള് ഷർട്ടൊക്കെ മേടിച്ചു കൊടുത്തത്. അതും ഈ 6,000 രൂപയുടെ ഉള്ളിലുള്ള തുകയിലുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തു. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ യൂട്യൂബ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു, അത് യൂട്യൂബ് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എന്താ? ഇൻകം വൈസ് അങ്ങനെയൊന്നുമല്ല ഇവിടെ ചോദിക്കുന്നത്. ചിലർ എന്താണ് ഇൻട്രോവേർട്സ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ അത്രയും ഷൈ ഒക്കെയുള്ള ആളുകളായിരിക്കും. പക്ഷെ യൂട്യൂബ് തുടങ്ങി അവർ അവരുടേതായ ഒരു സ്പേസിലേക്ക് പോയപ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ടും എക്സ്ട്രോവേർട്ട് ആവാം. നമുക്ക് അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ഒതുങ്ങി എന്ന് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒതുങ്ങി. കാരണം നമ്മൾ ഭയങ്കര ഇങ്ങനെ ഇപ്പൊ പറഞ്ഞില്ലേ ഭയങ്കര ഒരു ഇതായിരുന്നു. അവിടെ നിന്നൊക്കെ മാറി മറ്റുള്ളവർ എന്ത് കരുതും, മാറി മറ്റുള്ളവർ എന്ത് കരുതും അത് നമ്മളിപ്പോ ചിന്തിക്കാറില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഒതുങ്ങി എന്ന് പറയാം. അതായത് നമ്മുടെ സ്വഭാവം ഒരുപാട് മാറി. പിന്നെ നമ്മള് പിന്നെ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പണ്ടാണെങ്കിൽ പിള്ളേരെ പോലെ ചാടി തുള്ളി നടക്കുമായിരുന്നു. ഇപ്പം ഭയങ്കര ഒതുങ്ങി നമ്മൾ അത്രയും ഇതിലേ നടക്കാറുള്ളൂ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പഴയ ഇടയ്ക്ക് ആളില്ലാത്ത സമയത്ത് നമ്മളെ പഴയ ആ ഒരു കുട്ടിത്വമൊക്കെ വരും. പക്ഷെ നല്ല ക്രൗഡുള്ള ഏരിയയില് നമ്മൾ അത്രയും നീറ്റായിട്ട് പോകുള്ളൂ. കാരണം നമ്മളെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പോകും. അല്ലാത്ത സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കച്ചറായിരിക്കും. പക്ഷെ സ്റ്റുഡിയോയിലൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ കയറുമ്പോ തറവാണ്, ആരും കാണൂല, പലരും പല വഴിക്ക് പോകും. പിന്നെ നമ്മള് എല്ലാ ഉത്സവത്തിനും പോകും. ഇപ്പൊ ഉണ്ടായിരുന്ന എല്ലാ ഉത്സവത്തിനും വാറ്റിത്തിരിയാൻ പോകും. അപ്പൊ ചെന്ന് കയറുമ്പോ ഭയങ്കര നല്ല സ്വഭാവമായിരിക്കും. ഇവര് കണ്ട നമ്മള് ഇങ്ങനെ ഉള്ളതല്ലേ, അപ്പൊ അവരെന്ത് വിചാരിക്കത്തില്ല. അപ്പൊ നമ്മൾ അത്രയും നല്ല സ്വഭാവത്തിൽ നിൽക്കണം. അങ്ങോട്ട് കഴിയുമ്പം താനി കൂതറ സ്വഭാവം എടുക്കും. കുറച്ചും കൂടി എന്താണ് ബോധേഡാവാൻ തുടങ്ങിയത്. അതായത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള സാധനം എല്ലാവർക്കും അതാണ് ലൈഫില് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു, കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുടെ അടുത്ത് ഫ്രണ്ടിൽ പോയിട്ട് ഇപ്പൊ ഒരു ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റും ആണ്. അത് യൂട്യൂബ് ത്രൂ അല്ല, യൂട്യൂബ് അങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാറോ അല്ലെ? അതെ അതെ. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ട് മിണ്ടാൻ പറ്റിയപ്പോ അവരെ കൾച്ചർ നമുക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ അവരെ ലാംഗ്വേജ് പല പല ജില്ലയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരുമായിട്ടുള്ള സംസാരിക്കുമ്പോഴുള്ള ആ ഒരു രീതി മനസ്സിലാക്കാൻ പറ്റി. പിന്നെ പ്രൊമോഷൻസ് വരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. അതെ അതെ. പുറത്തുനിന്നൊക്കെ ആയിരിക്കും, പർപ്പിൾ നിന്നൊക്കെ ആയിരിക്കും, പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് പിന്നെ നമ്മൾ ഇപ്പൊ പല പല സ്ഥലങ്ങളിൽ പോകുമ്പോ നമുക്ക് അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. കുറച്ചുകൂടി ആളുകളുടെ സോഷ്യലൈസിങ്. അതുകൊണ്ട് ഈ 2 വർഷം നമുക്ക് ഒരുപാട് മാറ്റം വന്നു. നമ്മുടെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആണല്ലേ? ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് എങ്ങനത്തെയുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? നമുക്ക് താല്പര്യം കോമിക് ആയിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിന് താല്പര്യം ഇമോഷണൽ ഫേസ് കണ്ടന്റ് ആണ് കൂടുതൽ ഇഷ്ടം. അവർക്ക് അതാണ് കൂടുതൽ ഇടാൻ പറയുന്നത്. ഞാനൊരു ടാസ്ക് തരട്ടെ നിങ്ങൾക്ക്. ഓക്കെ, കോമിക് ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ കാണിക്കുക. അതായത് ഇപ്പൊ എക്സാമ്പിള് കലിപ്പൻ കാന്താരി ഇരുന്ന് കാണിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും കലിപ്പൻ വെയിറ്റ് ചെയ്ത് നിന്നു, കാന്താരി ലേറ്റ് ആയിട്ട് വന്നു. ഞാൻ എക്സാമ്പിൾ പറയുന്നതാട്ടാ. നിങ്ങൾ കോണ്ടന്റ്സ് ഒക്കെ എഴുതുന്ന ആളുകളല്ലേ 2 ആള്? നിങ്ങൾ രണ്ടുപേരും ചേച്ചി ബിന്നി ചേച്ചി നിങ്ങളടുത്താണ് പറഞ്ഞത്. ആരെങ്കിലും 2 പേര് കലിപ്പൻ രാത്രി വിളിച്ചപ്പോ വേറെ അനന്തർ കോളായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഈ നിങ്ങളുടെ ആളെ മാറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ചീന്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു, കുഴപ്പമില്ല. അയ്യോ, മുത്തുലക്ഷ്മിക്ക് പരിചയം ഉണ്ടല്ലേ, പറ. ഞാൻ വേണമെങ്കിൽ ബെസ്റ്റ് ആവാം. എല്ലാവർക്കും കൂടെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ മറ്റു ചെയ്യുന്ന അമ്മായിമ്മയോ മകളോ എങ്ങനെ വേണല്ലോ ആവാം. നീ കാമുകി, ഞാൻ കാമുകൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് വിളിച്ചോണ്ട് ഞാൻ വിളിക്കാം. ഓക്കെ, നീ കാമുകി, ഞാൻ കാമുകൻ. ഓക്കെ, ഹായ്, ഹലോ മുന്ന. ഹലോ, കെടുന്നോ? കേക്കൊന്ന് പറയൂ. അല്ല, കെടുന്നോന്നാ ചോദിച്ചേ. കിടന്നോ? 10:30 ആയല്ലോ, കിടക്കാറായില്ലേ? കിടക്കാറായില്ല.
എന്തൊക്കെ എടുക്കാം നമുക്ക്. എനിക്ക് ഉറങ്ങണമായിരുന്നു. ചേട്ടൻ വയ്ക്കും. ചേട്ടന് നിന്നെ ഉറക്കിയിട്ട് വേണം പോണെങ്കിൽ. ചേട്ടാ ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഏത് കോളാടാ? അത് എന്റെ ബെസ്റ്റ് വിളിക്കുന്നു. എടാ ബെസ്റ്റ് ഞാനല്ലേ. പോണ്ടേ എനിക്ക്. നിനക്ക് എത്ര ബെസ്റ്റ് ഉണ്ട്? എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടണം. അത് എണ്ണാൻ പറ്റില്ല ചേച്ചി. ഹലോ ഹലോ. കെടുന്നാടാ? ഇല്ല കെടുക്കണം, എനിക്ക് സമയമായി 10:30. നാളെ എനിക്ക് ജിമ്മിന് പോകാനുള്ളതാ. ചേട്ടന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഏതേട്ടൻ്റെ? ഞാൻ വിളിച്ചല്ലോ മുത്തേ. ചേട്ടാ അങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഏതേട്ടൻ്റെ കൂടെ നീ വെയിറ്റ് ചെയ്യണേ? ചേട്ടൻ അറിഞ്ഞൂടായിരുന്നു. ആ കിഴങ്ങാനല്ലേ, അവൻ്റെ ഫോണൊന്നും എടുക്കണ്ട. നിനക്ക് ഞാനില്ലേ? നീ പറഞ്ഞില്ല അവൻ ഭയങ്കര ടോക്സിക് ആണ്, നീ അവൻ ഒഴിവാക്കി എൻ്റെ ഒപ്പം വാ. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അയ്യോ കാമ വിളിക്കുന്നു. ഓ ശരി. നീ ഇത്രയും നേരം ആരെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു? ചേട്ടാ അതിന്റെ ബെസ്റ്റി. നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് അവനെ വിളിക്കല്ലേ എന്ന്? ചേട്ടാ അതിന്റെ ബെസ്റ്റി അല്ലേ? ഞാൻ പറഞ്ഞുണ്ടല്ലോ, നീ അവന്റെ പേരൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ വാട്സപ്പ്. ചേട്ടാ ഉമ്മ അതിന്റെ ബെസ്റ്റി അല്ലേ? നീ എന്റെ വീക്ക്നെസ് കയറി പിടിക്കല്ലേടി. ചേട്ടാ ഉമ്മ. എന്താ മുന്നേ ഇത് കാണിക്കുന്നേ? ആരെങ്കിലും കേൾക്കത്തില്ലേ? അതിനെന്താ ചേട്ടാ? നീ അവന്റെ ഇത് നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്. അത് ബെസ്റ്റി അല്ലേ ചേട്ടാ? കിടക്കട്ട്, ചേട്ടന് കുറെ ഉമ്മ തരില്ലേ ഞാൻ? എനിക്ക് അത് മതി. എനിക്ക് നീ വിളിച്ചോ. ഉമ്മ. ശരി. ബെസ്റ്റിക്ക് അടങ്ങാന്ന് വിളിച്ചിട്ടോ. ഇനി അമ്മായിമ്മയും മരുമോളും. അമ്മായിയമ്മ മരുമോളെ അറിയാതെ പണയം വെച്ചു. ഇപ്പൊ ആരമ്മായിമ്മ? ഞാനാ. മുത്തുലക്ഷ്മി ചോദിക്കാണ് സ്വർണം. അമ്മ എൻ്റെ ഇവിടെ വെച്ചിരുന്ന സ്വർണ്ണം എവിടെ? അത് ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് പണയം വെച്ച്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണ്ടേ പണയം വെക്കാൻ? അത് പിന്നെ നീ കൊണ്ടുവന്നില്ലേ? അപ്പൊ ഈ വീട്ടിലെ സ്വർണ്ണമല്ലേ? അതെന്നും പറഞ്ഞ് എൻ്റെ അച്ഛൻ വാങ്ങിച്ച സ്വർണ്ണമല്ലേ? അച്ഛൻ വാങ്ങിച്ചു തന്ന സ്വർണ്ണമാണെന്ന് പറഞ്ഞ് എന്റെ മോന് കിട്ടിയതല്ലേ? പിന്നെ ഞാൻ അതിന്റെ പേരിലെടുത്ത് വെച്ചതാ. നിങ്ങളെ മോനാണെന്ന് ആര് പറഞ്ഞു? അതല്ല, എനിക്കുള്ള സ്വർണ്ണം എന്നാണ് ഞാൻ എന്നെ വല്ലതും നടത്തി. നീ ഇവിടെ പ്രശ്നം കൊടുക്കമ്മേ. എന്തെന്ന് പറയാൻ ബാക്കി? എന്റെ മോനല്ലെന്ന് പറഞ്ഞല്ലോ. നിന്റെ അവള് വേറെ ഡയലോഗ് ഉദ്ദേശിച്ചു. പക്ഷെ നിങ്ങളെ മോന് ആണെന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ സ്വർണം. കൊള്ളാം, ഉദ്ദേശം മാറിപ്പോയി. പക്ഷെ കൊള്ളായിരുന്നു. സെറ്റായിട്ട് അമ്മായിമ്മയൊക്കെ അങ്ങനെ ഒരുമാതിരി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിൽക്കണ്ടായിരുന്നല്ലോ. കറക്റ്റ് അമ്മായിമ്മ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെയ്ത് ശീലമുണ്ട്. അത് ശീലമുണ്ട്. അല്ല ശരിക്കുള്ള അമ്മായി അല്ല, നല്ല ലൈക്ക് ഇങ്ങനത്തെ ടിപ്പിക്കൽ അമ്മായിമാരുടെ കാര്യം ഞാൻ പറഞ്ഞേട്ടോ. എല്ലാ അമ്മായിമാരും ഇങ്ങനെയല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അമ്മായിമാരുള്ള സമയമാണ് ഇപ്പൊ. അമ്മയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അമ്മായിയും അങ്ങനെയാണോ? അമ്മായിമ്മനെ പൊക്കി പറഞ്ഞു. പറഞ്ഞല്ല, അല്ല അതന്നെ നല്ലത് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ.